ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖം വന്ദേ വാൽമീകികോകിലം. വാൽമീകിരിസംഭൂത രാമംഭോനിധി സംഗത ശ്രീമദ് രാമായണീ ഗംഗ പുനാതുഹുനത്രയം. എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ 159 ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വാൽമീകി രാമായണത്തിലെ യുദ്ധകാന്ഡം 41 സർഗങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. മുമ്പ് പറഞ്ഞു 42ാമത്തെ സർഗം നൽകി യുദ്ധം ആരംഭിക്കുക. യുദ്ധാരംഭം എന്നാണ് 42ാം സർഗത്തിൻ്റെ ഒരു തലക്കെട്ട് തന്നെ. അപ്പോൾ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ പറയുന്ന പോലെ വളരെ വിശദമായൊന്നും പറയേണ്ട കാര്യമില്ല. പറഞ്ഞാൽ തന്നെ അത് ഓർത്തെടുക്കാൻ ആൾക്ക് വിഷമമാണ്. വായിക്കുമ്പോൾ ഉള്ളൊരു സുഖമോ പദ്യത്തിൽ കേൾക്കുമ്പോഴൊരു സുഖമൊന്നും ഗദ്യത്തിൽ യുദ്ധവർണ്ണന കേട്ടാൽ ഉണ്ടാവാൻ വിഷമമാണ്. കാരണം അതിൽ മുഴുവനുള്ളത് ഇന്നയാളെ കൊണ്ട് യുദ്ധം ചെയ്തു, ഇന്ന് നാസ്തങ്ങൾ ഉപയോഗിച്ചു, വാനന്മാരെ മരങ്ങളെ കൊണ്ടും കല്ലുകളെ കൊണ്ടും നേരിട്ടു, തേര് തകർത്തു, കുതിരയെ കൊന്നു, സാരഥിയെ കൊന്നു എന്നിങ്ങനെ പറഞ്ഞു പോവാണ്. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. ബാക്കിയൊക്കെ യുദ്ധം ഏറെക്കുറെ ഒരേപോലെ തന്നെയാണ്. ആ ഭാഗമൊന്നും വളരെ വിസ്തരിക്കണം വിചാരിക്കുന്നില്ല. വിസ്തരിച്ചാൽ തന്നെ അത്ര രസകരമായി തോന്നുകയില്ല. അല്ലെങ്കിൽ അത്രയ്ക്കും സാമർഥ്യം പറയുന്നവർക്കുണ്ടാവണം. കഥാപ്രസംഗത്തിൻ്റെ മട്ടിലൊക്കെ പറയണം. അങ്ങനെയൊന്നും പറയാൻ ബുദ്ധിമുട്ടുമാണ്. അതുകൊണ്ട് പ്രധാന സംഭവങ്ങൾ, യുദ്ധത്തിലെ പ്രധാന ഘട്ടങ്ങളൊക്കെ വിവരിക്കാമെന്നല്ലാതെ പദം പ്രതിയൊന്നും പറയേണ്ട കാര്യമില്ല. ഏതായാലും 42 തുടക്കത്തിൽ പറയുന്നത് സുബേലപർവ്വതത്തിൻ്റെ നേരെ കയറി നിന്നിട്ട് രാമനും സൈന്യങ്ങളും ലങ്കാനഗരം മുഴുവൻ നോക്കിക്കണ്ട് മനസ്സിലാക്കി എന്നൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം അത് താഴേക്ക് ഇറങ്ങി വാനരന്മാരോട് രാമൻ നിർദ്ദേശിച്ചു, എല്ലാവരും ഒരുമിച്ച് ചെന്നിട്ട് ലങ്കയെ ആക്രമിക്കാൻ അവരെ പ്രോത്സാഹിപ്പിച്ചു. കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, വടക്ക് ഭാഗങ്ങളിലായി ഇന്നിന്നലെ വാനരന്മാരാണ് നേതൃത്വം കൊടുക്കേണ്ടത് പറഞ്ഞു. ഇതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അതിനുശേഷമുള്ള സംഭവങ്ങളാണ് പറയുന്നത്. ഇതൊക്കെ രാവണൻ തൻ്റെ വലിയ ഗോപുരത്തെ മേലെ കയറി നിന്ന് കാണുകയും ചെയ്തു. വലിയ ചൈത്യപ്രാസാദങ്ങൾക്ക് നിന്ന് കണ്ടു. രാക്ഷസന്മാർ താഴേക്ക് ഇറങ്ങി തിന്നിട്ട് ഈ വാനരന്മാരുടെ നടപടികളും വാനര സൈന്യത്തിൻ്റെ വിന്യാസങ്ങളൊക്കെ വിശദമായിട്ട് രാവണനെ അറിയിക്കുകയും ചെയ്തു. അത് പറഞ്ഞുകൊണ്ടാണ് 42ാം സർഗം ആരംഭിക്കുന്നത്. തതസ്തേ രാക്ഷസ തത്ര ഗത്വാ രാവണമന്ദിരം നിവേദയൻ പുരീം രുദ്ധാം രാമേണ സഹ വാനരൈः. വാനരന്മാരോടുകൂടി രാമൻ ലങ്കാനഗരത്തെ മുഴുവൻ പ്രതിരോധിച്ചു കഴിഞ്ഞു. അവിടെ മുഴുവൻ വളഞ്ഞിരിക്കുകയാണ്. നമ്മളെ ഒരു തടവിലാക്കിയതുപോലെ വളഞ്ഞിരിക്കുകയാണെന്നുള്ളത് രാക്ഷസന്മാർ രാവണനെ അറിയിച്ചു. നിവേദയെന്ന ഇങ്ങനെ തൻ്റെ കൊട്ടാരവും നഗരവും മുഴുവൻ വാനരന്മാരാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു എന്ന് കേട്ടപ്പോൾ ജാതക്രോധോ നിശാചര, ദേഷ്യം വന്നു രാവൺ. വിധാനം ദ്വിഗുണം കൃത്വ പ്രാസാദം ജാപ്യരോഹതാം. ഇപ്പം ഉണ്ടായിരുന്ന കാവൽക്കാരെയൊക്കെ േക്കാൾ ഇരട്ടി കാവൽക്കാരെ നിയോഗിച്ചു എല്ലാ ഭാഗത്തും. അതാണ് ദ്വിഗുണം, ഇരട്ടിയായിട്ട്. അതായത് തൻ്റെ സൈനികങ്ങളും കാവൽമാടങ്ങളൊക്കെ കുറച്ചുകൂടി ശക്തമാക്കി. അതിനുശേഷം പ്രാസാദം ജാപ്യരോഹത, പ്രാസാദത്തിന് വലിയ കെട്ടിടത്തിനൊക്കെ പ്രാസാദം എന്ന് പറയും, ക്ഷേത്രത്തിലെ കെട്ടിടങ്ങൾക്ക് പ്രാസാദം എന്ന് പറയും. ഇവിടെ വലിയ എടുപ്പുകളിൽ കയറിയിട്ട് നോക്കിയെന്നാണ്. അപ്പോൾ കണ്ടതെന്നാണ് സദദർശപ്രധാൻ ലങ്കാം സശൈലവന കാനനം. കാനനങ്ങളോടുകൂടി പർവ്വതങ്ങളോടുകൂടി ലങ്ക മുഴുവൻ അസംഖ്യ ഹരിഗണൈ സർവതോ യുദ്ധകാംക്ഷിഭി, യുദ്ധം ആഗ്രഹിക്കുന്നവരായ വാനരന്മാരെ കൊണ്ട് നിറഞ്ഞതായിട്ട് കണ്ടു. സചിന്തയിത്വാ സുരം ധൈര്യമാലംബ്യ രാവണ. ഇത്രയധികം കോടാനുകൂടി വാനരന്മാരുണ്ട്. നേരത്തെ നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇനിയും പല ദിക്കിലും അവരുടെ സംഖ്യ പറയുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് ഇങ്ങനെ ആലോചിച്ചതാണ്.
അതേസമയം രാഘവം ഹരിയൂഥാംസ്ത ദദർശായ ലോചന. ആ സമയത്ത് രാമനായിട്ട് ആ ലങ്കയെ നോക്കിയിട്ട് ആ സീതയെക്കുറിച്ച് വിചാരിച്ചു, ഈ നഗരത്തിനുള്ളിൽ ഈ കൊട്ടാരത്തിലാണല്ലോ തൻ്റെ പ്രിയതമയായ സീത ഇരിക്കുന്നതെന്ന് വിചാരിച്ച് അവളെ പറ്റി വിചാരിച്ചു. അത്ര സാമൃഗശാഭാക്ഷി മൽക്കൃതേജന കാത്മജ. ഞാൻ കാരണമായിട്ട് എനിക്ക് വേണ്ടിയിട്ട് എന്നോടുള്ള പ്രണയം കൊണ്ട് എൻ്റെ ആ പ്രിയതമയായ സീത ഇതിനകത്ത് ദുഃഖം അനുഭവിച്ചിരിക്കുകയാണല്ലോ എന്ന് വിചാരിച്ചു. ഇങ്ങനെയൊക്കെ അതിനുശേഷം സീതയെക്കുറിച്ച് ഓർത്തിട്ട് ദുഃഖങ്ങളൊക്കെ ഉണ്ടായി. അതിനുശേഷം വാനരന്മാരോട് പറഞ്ഞു. അപ്പോൾ ആ സീതയെക്കുറിച്ചുള്ള ദുഃഖം മാത്രമല്ല, അതുകൊണ്ട് രാവണനോടുള്ള ക്രോധവും വർദ്ധിച്ചു. വാനരന്മാർക്ക് വേണ്ടതായ ആജ്ഞ കൊടുത്തു, അവരോട് വേണ്ട പോലെ ആക്രമിച്ചോളാൻ പറഞ്ഞു. ക്ഷിപ്രം ആജ്ഞാപയദ്രാമോ വാനരഞ്ജുഷ താം വധേ. ശത്രുക്കളെ വധിക്കാനുള്ള ആജ്ഞ കൊടുത്തു രാമൻ. എങ്ങനെയൊക്കെ സാധിക്കുമോ അതുപോലെയൊക്കെയാണ്. കാരണം വാനരന്മാരെ യുദ്ധം ശാസ്ത്രീയമായിട്ട് ആര്യന്മാരോ ഈ രാക്ഷസന്മാരൊക്കെ യുദ്ധം ചെയ്ത പോലെ ഇന്ന് അസ്ത്രത്തിൽ നിന്ന് പ്രത്യസ്തമൊന്നുമില്ല. അവർ കൈ കിട്ടുന്ന സാധനങ്ങളൊക്കെ, ബലവത്തായ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ശത്രുക്കൾ ഏത് തരത്തിൽ ആക്രമിക്കുകയാണ്. കുറേയൊക്കെ മുഷ്ടി കൊണ്ട്, കൈ കൊണ്ട് മാന്തിയിട്ടും കാലുകൊണ്ട് ചവിട്ടിയിട്ടും അങ്ങനെയൊക്കെയാണ് വാനന്മാരെ യുദ്ധത്തിൻ്റെ സംവിധാനങ്ങൾ. അപ്പോൾ ഇത് കേൾക്കേണ്ട താമസമുള്ളൂ. ഈ വാനന്മാർക്ക് എന്ത് ചെയ്തു? ശിഖരയും വികരാമയിത ലങ്ക മുഷ്ടിഭിരേവവാ. അവരൊക്കെ കൂടിയിട്ട് ലങ്കയിലേക്ക് തിക്കിത്തിരക്കി ഗംഭീരമായ ആർത്തനാദ് വലിയ ഘോഷങ്ങളൊക്കെ ഉണ്ടായി. ഉത്സവം പോലെ യുദ്ധത്തിൽ പോകാന്ന് പറഞ്ഞാൽ ഒന്നും പരിഭ്രമമൊന്നും ഉണ്ടായില്ല. അവരെന്താ ചെയ്തത്? ദ്രുമയി പർവ്വതാഗ്രഹിച്ച മുഷ്ടിഭിച്ച പ്ലവംഗമ. അവർ വലിയ വലിയ മരങ്ങൾ പറിച്ചെടുത്തിട്ടും പർവ്വതാഗ്രഹിച്ച ആ പർവ്വതത്തിന് ഭാഗങ്ങൾ അടർത്തിയെടുത്തിട്ടും മുഷ്ടിഭിച്ച മുഷ്ടികളെ കൊണ്ടൊക്കെ പ്രാകാരി അഗ്രാണ്യ സംഘാനി മമുന്ധു തോരണാനില. ആ അവരുടെ ലങ്കയിലുള്ള വലിയ വലിയ ഗോപുരങ്ങളൊക്കെ തകർത്തു, കമാനങ്ങളൊക്കെ തകർത്തു. കഴിയുന്നത്ര, അതായത് ശത്രുവിടാനുള്ള പെരുമാറുന്നത് കഴിയുന്നത്ര നാശനഷ്ടങ്ങൾ ഉണ്ടാവാതെ അവർക്ക് സാധിക്കുന്ന പോലെ ചെയ്തു. കൈലാസ ശിഖര അഗ്രാണി ഗോപുരാണി പ്രമധ്യജ. കൈലാസശിഖരം പോലെ നിൽക്കുന്ന ഗോപുരങ്ങളൊക്കെ തകർത്തു. എന്ന് മാത്രമല്ല, അവര് രാജാജയതി സുഗ്രീവോ രാഘവേണാഭിപാലിത. രാമൻ ലക്ഷ്മണൻ ജയിക്കട്ടെ, സുഗ്രീവൻ ജയിക്കട്ടെ എന്നൊക്കെ ഗംഭീരമായ ഘോഷയന്തസ്ഥ ഗർജന്തസ്ഥ പ്ലവംഗമ. അങ്ങോട്ട് ചാടി വലിയ കോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കി. യുദ്ധം ആരംഭിച്ചതിന് ശേഷം എന്തൊക്കെ ഉണ്ടായത് വിസ്തരിച്ച് പറയാൻ. പിന്നെ വീണ്ടും ഒരു പ്രാവശ്യം കൂടി പറഞ്ഞു ഏതൊക്കെ ഗോപുരദ്വാരങ്ങളിൽ ആരൊക്കെയാണ് വാനരന്മാർ ചെന്നത് എന്നൊക്കെ പറയാൻ. കുമുദൻ എന്ന് പറയുന്ന വാനരൻ 10 കോടി വാനരന്മാരോട് കൂടിയിട്ട് കിഴക്കേ കോട്ടവാലിൽ നിന്നാണ്. 10 കോടിയാണ്. പ്രഹസനും മഹാബാഹുവായ പനശനും കൂടിയിട്ട് അസംഖ്യം വാനന്മാരോട് കൂടിയിട്ട് സന്നിവിഷ്ടരായി. പിന്നീട് തെക്കേ ഗോപുരദ്വാരത്ത് 20 കോടി വാനരന്മാരോട് കൂടിയിട്ട് ശതബലി ചെന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. സംഖ്യകളൊക്കെ നമുക്ക് മനസ്സിൽ ഓർമ്മിക്കാതെ വിഷമമാണ്. ദക്ഷിണദ്വാരമാ സദ്യ വീര ശതബലിക്കവി ആവൃത്യബലമസ്തോ വിംശത്യാ കോടി ഭഗവത. 20 കോടി വാനരന്മാരോട് കൂടി. 20 കോടി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല അതിൻ്റെ വലിപ്പം. അത്രയധികം ആളുകൾ തെക്കേ ഗോപുരദ്വാരത്തിലേക്ക് പോയി. സുഷേണൻ, താരാപിതാവായ താരയുടെ അച്ഛനായ സുഷേണൻ്റെ നേതൃത്വത്തിൽ പടിഞ്ഞാറേ ഗോപുരത്തിൽ കോടിക്കോടി വാനന്മാർ ചെന്നു. 10 കോടി 100 കോടി എന്നൊക്കെ പറഞ്ഞ് ലക്ഷം കോടിയാണ് കോടി വാനന്മാർ പോയി. ധൂമ്രൻ രാമവാർഷികത്തിൽ ചെയ്തു. കുറേ ആൾക്കാർ രാമലക്ഷ്മണന്മാർക്ക് ചുറ്റുമായിട്ട് അവരെ സംരക്ഷിക്കുന്ന പോലെ നിന്നു. ഇങ്ങനെ ഗജോ ഗവാക്ഷോ ഗവയ ശരഭോ ഗന്ധമാദന സമന്താൽ പരിധാപന്തോ രക്ഷുർഹരിവാഹിനിയും ഗജൻ ഗവാക്ഷൻ ഗവയൻ ശരഭൻ ഗന്ധമാദൻ എന്നതിലൊക്കെ ഈ വാനരക്കൂട്ടത്തെ രക്ഷിക്കാക്കാൻ 4 പേരെ നിന്നു. ഇങ്ങനെ ഗംഭീരമായ ആഘോഷങ്ങളൊക്കെ ഉണ്ടായി. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ രാക്ഷസന്മാർ യുദ്ധത്തിന് സന്നദ്ധരായിട്ട് പുറപ്പെടുകയാണ്. ഏതച്ഛത്വാദത വാക്യം രാവണസ്യ മുഖേ ഇതം. രാവണൻ്റെ മുഖത്ത് ആജ്ഞ കിട്ടിക്കഴിഞ്ഞപ്പോൾ രാക്ഷസന്മാരും വലിയ പടഹവാദ്യങ്ങളോട് കൂടിയിട്ട് വിനയദുഷ്ട മഹാഘോഷ ശംഖ ശതസഹസ്രശ 100 കണക്കിനും 1000 കണക്കിനും ശംഖ് ഒക്കെ വിളിച്ചു. അപ്പോൾ ഈ കറുത്ത രാക്ഷസന്മാർ വെളുത്ത ശംഖ് വെളുത്തിട്ടാണല്ലോ, വെളുത്ത ശംഖോട് കൂടി നിന്നിട്ട് ഗംഭീരമായ ശബ്ദം ഉണ്ടാക്കുമ്പോൾ കാർമേഘം, മിന്നൽപ്പിണരോടുകൂടിയ കാർമേഘം പോലെ ശോഭിച്ചു എന്നൊക്കെയാണ് കവി വർണ്ണിക്കുന്നത്. തേ ബഹു ശുഭനീലാംഗ
സശങ്കാരജനീചര വിദ്യന്മണ്ഡല സന്നദ്ധ സലാക ഇവ അമ്പുത. വെള്ളിൽ പക്ഷികളോടുകൂടിയ കറുത്ത മേഘങ്ങളെ പോലെ ഒക്കെ അവർ തോന്നിച്ചു. അതായത് യുദ്ധമൊക്കെ തുടങ്ങിയപ്പോൾ അതിഗംഭീരമായ വാദ്യഘോഷങ്ങൾ, വാനരന്മാരുടെ ഗംഭീരമായ അർച്ചകൾ. വാനരന്മാരുടെ ഭാഗത്ത് പിന്നെ പ്രത്യേകിച്ച് വാദ്യങ്ങളൊന്നുമില്ല, അവരുടെ ശബ്ദം മാത്രമേ ഉള്ളൂ. അവരാകട്ടെ പലപ്പോഴും രാജാവേതി സുഗ്രീവ ഇത് ശബ്ദോ മഹാനുഭുൽ, രാജാവായ സുഗ്രീവൻ ജയിക്കട്ടെ, രാമൻ ജയിക്കട്ടെ, ലക്ഷ്മണൻ ജയിക്കട്ടെ എന്നൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. ഈ ഘോഷങ്ങളാണ് ഉണ്ടായി. രാക്ഷസന്മാരുടെ ഭാഗത്ത് നിന്നിട്ട് പലതരത്തിലുള്ള പെരുമ്പറകൾ, വാദ്യങ്ങളൊക്കെ ഉണ്ടായി. ഇങ്ങനെ യുദ്ധം ആരംഭിക്കുകയാണ്. സംഹാരത്തുമുലോ മാംസചോണിത കർദ്ദമാം. ആ യുദ്ധം ആരംഭിച്ചതോട് കൂടിയിട്ട് പലരും പലതിലേക്കും പ്രാകാരങ്ങളിലേക്ക് ചാടിക്കയറി രാക്ഷസന്മാരൊക്കെ അടിച്ചു വീഴ്ത്തി പിന്നീട് നിസ്തുലമായ ഓമിക്കാൻ കഴിയാത്ത ആ യുദ്ധം ഉണ്ടായി എന്നാണ് കവി പറയുന്നത്. വാനന്മാരുടെയും രാക്ഷസന്മാരുടെയൊക്കെ മാംസവും രക്തമൊക്കെ ഒരു ചേർന്നിട്ട് ചളിക്കളം പോലെയായി തീർന്നു എന്നാണ്. അതിലൊക്കെ ചളി ഉണ്ടാവുമല്ലോ, അതേപോലെ ഈ മാംസവും രക്തവും കൂടിയിട്ട് ചളിയുണ്ടാവും, കുറച്ച് വെള്ളം ഉണ്ടാവും, കുറേ മണ്ണുണ്ടാവും, അതേപോലെ തുടങ്ങി. പിന്നെ ഈ 43-ാമത്തെ സർഗം മുഴുവൻ ദ്വന്ദ്വയുദ്ധം വർണ്ണിക്കുകയാണ്. ദ്വന്ദ്വയുദ്ധത്തിൽ രണ്ടുപേര് തമ്മിലുള്ളതാണ്. ഇന്നുന്ന വാനരന്മാർ, ഇന്നുന്ന രാക്ഷസന്മാരുടെ ഏറ്റവും സ്ഥിതി പറയാൻ. അത് പല ദിക്കിലും ഇട്ട് നടക്കുകയാണ് യുദ്ധം. നിജയൂ രാക്ഷസ വീര സാധയന്തോ ദിശോദിശ. ആരോടൊക്കെ ഏറ്റുമുട്ടി എന്നുള്ളത് പറഞ്ഞു തീർക്കാൻ പറ്റും. അത്രയധികം നേരത്തെ കേട്ടുമല്ലോ, വാനരന്മാർ കോടിക്കണക്കിനുണ്ട്. ചിലതൊക്കെ എടുത്തു പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അന്ധകൻ ത്രംബകനോട് എന്ന പോലെ ഇന്ദ്രജിത്ത് അംഗദനോട് ഏറ്റുമുട്ടി. വിഭീഷണൻ തീക്ഷ്ണവേഗനായ ശത്രുഘ്നോടായിട്ട് ഏറ്റുമുട്ടി. രാമൻ്റെ അനുജനായ വിഭീഷണൻ രാമപക്ഷത്താണല്ലോ. ശത്രുഘ്നൻ എന്ന് പറയുന്ന ഒരു രാക്ഷസനോട് ഏറ്റുമുട്ടി. ഈ പേരുകളൊക്കെ ചിലപ്പോൾ നമ്മൾ അമ്പരപ്പിക്കും. കാരണം ഏറെ സമാനമായ പേരുകൾ രണ്ട് ഭാഗത്തുണ്ടായിരുന്നു വരാം. അതുകൊണ്ടാണ്. ഗജൻ തപനൻ എന്ന രാക്ഷസനോട് ഏറ്റുമുട്ടി. നീലൻ നികുംഭനോട് ഏറ്റുമുട്ടി. സുഗ്രീവൻ പ്രഹസനോട്. ശ്രീരാമനോട് ഏറ്റുമുട്ടാൻ വന്നത് യജ്ഞഗോപനും സുപ്തഘ്നൻ എന്ന് പറയുന്ന യജ്ഞഗോപൻ, സുപ്തഘ്നൻ രണ്ടുപേര് ഏറ്റുമുട്ടി. പ്രപതനൻ എന്ന് പറയുന്ന ആള് തീഷ്ണവീരനായ നളനുമായിട്ട് യുദ്ധം ചെയ്തു. അപ്പോൾ ഇന്ന ഭാഗത്ത് ഉള്ള രാക്ഷസന്മാരെയും മറ്റേ ഭാഗത്തുള്ള വാനന്മാരെ എടുത്തു പറയാൻ അങ്ങനെ പറഞ്ഞാൽ തീരില്ല. അത്രയധികം വിസ്തരിച്ചിട്ടുണ്ട്. 10-100 ശ്ലോകങ്ങളിൽ വർണ്ണിക്കുകയാണ്. കിടിലം കൊള്ളിക്കുന്ന തരത്തിലുള്ളതായ ദ്വന്ദ്വയുദ്ധങ്ങളാണ് രണ്ടു പേരും ചെയ്തത്. തങ്ങൾക്ക് ജയിച്ചേ തീരൂ എന്നുള്ള മട്ടിൽ സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ. കാരണം ജയിക്കുന്നില്ലെങ്കിൽ അർത്ഥം മരിക്കുന്നു, മറ്റവർ പിന്മാറില്ല. അപ്പോൾ ജീവൻ മരണ പോരാട്ടാണ്. ഒന്നുകിൽ ജയിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നുള്ള രണ്ട് ഉപാധികളേ ഉള്ളൂ, രണ്ട് വഴികളേ ഉള്ളൂ. അതുകൊണ്ട് തത്രാധീർസുമഹദ്യുദ്ധം തുമുലൻ രോമഹർഷണം രക്ഷസംവാനരാണഞ്ച വീരാണഞ്ച മിഥതാം ഹരിരാക്ഷസദേഹേഭ്യ പ്രഹൂത കേശശാദ്വലാം. അപ്പോൾ കിടിലം കൊള്ളിക്കുന്ന യുദ്ധമാണ് ഉണ്ടായത്. അവരുടെ ദേഹത്തു നിന്ന് ഒഴുകിയ ചോരയും മുടിയും പല്ലും ഒക്കെ കൂടിയിട്ട് ഗംഭീരമായിട്ട് ശരീരമാകുന്ന ചങ്ങാടൻ രക്തത്തിലൊഴുകി എന്നൊക്കെയാണ് വർണ്ണന. അതിനിടയ്ക്ക് എന്ത് ചെയ്തെന്ന് വെച്ചാൽ പ്രജംഘൻ എന്ന് പറയുന്ന രാക്ഷസനെ സമ്പാദി മുതലായവർ ഇതിനെ കൊന്നു. രഥത്തിലിരുന്നും കൊണ്ട് ജമ്പുമാലി രാക്ഷസനാണ്. അദ്ദേഹം ഹനുമാന്റെ മാറിടത്തിലേക്ക് കുത്തി ഹനുമാനായിട്ട് രഥത്തിലേക്ക് ചാടിക്കയറിയിട്ട് രാക്ഷസനെ അടിച്ച് തകർത്തു. അപ്പം തപനൻ ഗർജിച്ചും കൊണ്ട് നളന്റെ നേർക്ക് ചെന്നു. ഇങ്ങനെ ഓരോ ആളെ നേരിട്ടു എന്നാണ്. പ്രഹസൻ, സുഗ്രീവൻ ഒരു 7-ാം പാല കൊണ്ട് പ്രഹസനെ അടിച്ചു. ആ സമയത്ത് ഘോരദർശനായ വിരൂപാക്ഷൻ ശരമാരി കൊണ്ട് അവശനാക്കിയ ലക്ഷ്മണൻ അയാൾ അമ്പെയ്ത് നിഹനിച്ചു. മൈന്ദന്റെ മുഷ്ടി കൊണ്ട് റെഡിയേറ്റിട്ട് വജ്രമുഷ്ടി രഥത്തോടു കൂടി താഴെ വീണു. ഇങ്ങനെ വർണ്ണിച്ചു പോവുകയാണ്. അപ്പം എല്ലാവരുടെ പേരൊന്നും പറഞ്ഞു തീർക്കാൻ സാധിക്കില്ല. വിവിധൻ അശനിപ്രഭൻ എന്ന് പറയുന്ന അസുരനെ നേരിട്ടു. സുഷേണൻ എന്ത് വെച്ചാൽ വിദ്യുന്മാലി എന്ന് പറയുന്ന രാക്ഷസൻ ഗത കൊണ്ട് അടിച്ചു. അപ്പോൾ ഗതാപ്രകാരം വകവെക്കാതെ ആ വാനരനാകട്ടെ ഒരു പാറ കൊണ്ട് രാക്ഷസനെ എറിഞ്ഞു. പാറ കൊണ്ടുള്ള ഏറെ ഇട്ടിട്ട് നെഞ്ഞത്ത് ഏറ്റിട്ട് ആ രാക്ഷസൻ ചതഞ്ഞു വീണ് മരിക്കുകയും ചെയ്തു. ഇങ്ങനെ അവസാനം സർഗം അവസാനിക്കും പറയാണ് നിഹന്യമാന ഹരിപുങ്കവൈസ്തദാ
നിശാചരാചോണിതഗന്ധമൂർച്ഛിതാ പുനഃ സുയുദ്ധം തരസാ സമശ്രിതാ ദിവാകരസ്യ അസ്തമയാഭികാംക്ഷിണ. ഇങ്ങനെ യുദ്ധം നടന്നുകൊണ്ടിരിക്കെ വൈകുന്നേരമായി, രാത്രിയാവാൻ പോകുന്ന അർത്ഥം. രാത്രിയാവാൻ പോകുന്നത് കണ്ടപ്പോൾ രാക്ഷസന്മാർക്ക് സന്തോഷമായി. കാരണം രാത്രിയാണ് അവരുടെ രാത്രിഞ്ചരന്മാരാണല്ലോ. രാത്രി അവർക്ക് മറ്റ് ജീവജാലങ്ങൾക്ക് പകല് എന്ന പോലെ സ്വാഭാവിക സമയമാണ്. മായ പ്രയോഗിക്കാൻ വളരെ പറ്റിയ സമയമാണ് രാത്രി. രാത്രിയായപ്പോൾ സന്തോഷമായി. പിന്നെയുള്ള സർഗത്തിൽ രാത്രി നടന്ന യുദ്ധത്തെ പറ്റി പറയാൻ, അത് നേരത്തെ കേട്ടതുപോലെ വളരെ വിശദമായിട്ട് രാക്ഷസന്മാരും വാനരന്മാരും തമ്മിലുള്ള പോരാട്ടം. മനുഷ്യരായിട്ട് ആ ഭാഗത്ത് രാമനും ലക്ഷ്മണനേ ഉള്ളൂ, ബാക്കിയുള്ളവരൊക്കെ വാനരന്മാരാണല്ലോ. ആ വാനരന്മാരായിട്ടുള്ള പോരാട്ടമാണ് കാര്യമായിട്ട് പറയുന്നത്. ആ രാത്രി യുദ്ധത്തിൽ എന്ത് ചെയ്തു, ഈ ലക്ഷ്മണൻ രാമനൊക്കെ പിന്നെ അസ്ത്രങ്ങൾ കാണുന്നവർക്കെതിരെയും കാണാത്തവർക്ക് എതിരായിട്ട് പ്രയോഗിച്ചു എന്നാണ്. ധാരാളം രാക്ഷസന്മാരുള്ളത് കൊണ്ട് ഏതെങ്കിലും ആയുധം, ഏതെങ്കിലും അസ്ത്രം ആർക്കെങ്കിലും കൊള്ളാതിരിക്കില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്തു, ദൃശ്യാനി രക്ഷാംസി പ്രവരാണി ജഘ്നതു. കാണുന്നവരെയും കാണാത്തവരായ രാക്ഷസന്മാരൊക്കെ നമ്മൾ മുമ്പ് നേരിട്ട് കണ്ടോളുന്നില്ല, ഏകദേശം ആലോചിച്ച് അയച്ചിട്ട് സർപ്പതുല്യങ്ങളായ അമ്പുകൾ കൊണ്ട് അനവധി ആൾക്കാർ കൊന്നു എന്നാണ്. ഹതാനാം സ്തനമാനാനാൻ രാക്ഷസാനന്റെ നിസ്വന. ആ രാക്ഷസന്മാരുടെ വലിയ ശബ്ദങ്ങൾ, അവരുടെ ശരീരത്തിൽ കൊടുക്കുന്ന രക്തമൊക്കെ പുഴ പോലെ ഒഴുകി. ഹതൈർവാനരപ്രോഹിച്ച ശക്തി ശൂലപരശ്വതൈഹി, വേല് കുന്ത മുതലായതൊക്കെ ഉപയോഗിച്ചു ഒക്കെ കൂടിയിട്ട് ആ രക്തക്കുഴമ്പ് പോലെ ആയിത്തീർന്നു യുദ്ധക്കളം. അത് ആർക്കും അങ്ങോട്ട് ചെല്ലാൻ സാധിക്കാത്ത ദുഷ്പ്രവേശ്യമായി തീർന്നു എന്നാണ്. പ്രവേശിക്കാൻ ബുദ്ധിമുട്ടുള്ളായി തീർന്നു. ശസ്ത്രപുഷ്പോപഹാര, ശസ്ത്രങ്ങളാകുന്ന പുഷ്പങ്ങളെ കൊണ്ടുവന്നാണ്. ശസ്ത്രങ്ങൾ പുഷ്പങ്ങളായിട്ട് ആലങ്കാരിയായിട്ട് പറയാൻ. അപ്പോൾ വേല് ശൂലം മഴു മുതലായ ആയുധങ്ങൾ കൊണ്ട് നിഹതനായ വാനരന്മാർ, അതേപോലെ നിഹതനായ പർവ്വതാകാരന്മാരായ രാക്ഷസന്മാർ, ഇവരൊക്കെ ഇങ്ങനെ യുദ്ധക്കളത്തിൽ ചതറിക്കെടുക്കുകയാണ്. അത് ആ യുദ്ധമാകുന്ന ഭൂമി ആയുധമാകുന്ന പൂമാല അണിഞ്ഞവളായിട്ടും രക്തക്കുഴമ്പ് കൊണ്ടുള്ള ആളായിട്ടും തീർന്നു എന്നാണ്. ദുർനിവേശാത ശ്രോണിതാസ്രാവ കർദ്ദമ, ചെളിയുള്ളതായി തീർന്നു ഒക്കെ. ദുർജയ, അങ്ങോട്ട് പ്രവേശിക്കാതെ ബുദ്ധിമുട്ടാണ്, അത്രയായി തീർന്നു. ഈ സമയത്തും യുദ്ധം പലതിക്കലായി നടക്കുകയാണ്. ആ സമയത്ത് കുറേ അസുരന്മാരൊക്കെ കൂടിയിട്ട് ഓടി വന്നു. ഈ രാമനാകട്ടെ നിമിഷ നേരം കൊണ്ട് അവരൊക്കെ ചെയ്ത് വധിച്ചു വിട്ടു. മഹാപാർശ്വ മഹോദരന്മാരായ സഹോദരന്മാർ, മഹാകായനായ വജ്രദംഷ്ടൻ, ശുഖസാരണന്മാർ എന്നൊക്കെയാണ് രാമൻ്റെ ബാണങ്ങളുകൊണ്ട് തൽക്കാലത്തേക്ക് നിവൃത്തിയില്ലാതെ അവർ ചിലരൊക്കെ മരിച്ചു, ചിലരൊക്കെ തിരിഞ്ഞോടിയെന്നാണ്. രാമനെ എതിർക്കാൻ വേണ്ടി മുന്നിലേക്ക് എന്ന രാക്ഷസന്മാരൊക്കെ എന്ത് ചെയ്താൽ അധികം ആളിലും അഗ്നിയിലേക്ക് പ്രവേശിച്ച് ചെയ്യാൻ പറ്റ പോലെയായി എന്നാണ്. ഈ ത്വന്യേ രാക്ഷസാ വീര രാമസ്യ അഭിമുഖേ സ്ഥിത തേപി നഷ്ടാസമാസദ്യ. അവരുടെ ഇവ നഷ്ടപ്പെട്ടു, വല്ലും തീരെ വീണ പാറ്റകളെ പോലെ നശിച്ചു. ആ സമയത്ത് ഓരെന്ത് ചെയ്ത് അംഗദനും ഇന്ദ്രജിത്തുമായിട്ട് ഗംഭീരമായ യുദ്ധമുണ്ടായി. ഇന്ദ്രജിത്ത് വളരെ കേവനാണ്, അംഗദനും പ്രമുഖനായിരിക്കുന്ന ആളാണ്. അംഗദൻ ഇന്ദ്രജിത്തിനെയും സാരഥിയെ ആക്രമിച്ചു. സാരഥിയും കുതിരയെയും അംഗദൻ ഹനിച്ചു എന്നുള്ളപ്പോൾ ഇന്ദ്രജിത്തിന് ആ പാടൊക്കെ അദ്ദേഹം തളർച്ച വന്നു. അദ്ദേഹം പെട്ടെന്ന് അപ്രത്യക്ഷനായി. തോറ്റു എന്ന് പറയാൻ വയ്യ. യുദ്ധത്തിൽ ഇങ്ങനെ സമർത്ഥമായിട്ട് ചിലപ്പോൾ പിന്മാറിക്കളയും. പിന്മാറിയിട്ട് കൂടി ശക്തിയോടുകൂടി വരാൻ വേണ്ടിയാണ്. തൻ്റെ കുതിരയും സാരഥിയും മരിച്ചപ്പോൾ ഇന്ദ്രജിത്ത് തൽക്കാലത്തേക്ക് അപ്രത്യക്ഷനായി. അപ്പോൾ അദ്ദേഹം പിന്നീട് മായായുദ്ധം ആരംഭിച്ചു. കാരണം നേരിട്ട് യുദ്ധത്തിൽ ജയിക്കുന്നതിനേക്കാൾ എളുപ്പവും സൗകര്യവും ഒക്കെ മാരകമായി യുദ്ധം ചെയ്യാൻ കഴിയുന്നത് ഒളിച്ചു നിന്നിട്ടാണ്. കണ്ടിട്ട് പ്രച്ഛന്നനായി മറഞ്ഞു നിന്നിട്ട് അധികമായിട്ട് യുദ്ധം ചെയ്തതാണ്. ക്രുദ്ധനായ രാക്ഷസൻ മായായുധത്തിലാണ് അവരെ പിന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചത്. വിഭേദ സമരേ ക്രുദ്ധ സർവഗാത്രേഷു രാക്ഷസ മായ സംവൃതസ്തത്ര മോഹയൻ രാഘവോ യുധി. ഇത് മഹാമായാവിയാണ്. അദ്ദേഹം ആ രാമലക്ഷ്മണന്മാരെ പോലും മായ കൊണ്ട് മായയ്ക്ക് കുഴക്കിക്കളഞ്ഞതാണ്. അനേകായിരം അസ്ത്രങ്ങൾ പ്രയോഗിച്ചു. ശരമാരി മഴ പെയ്യുന്നത് പോലെ അസ്ത്രങ്ങൾ ഉപയോഗിച്ചു. അങ്ങനെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിനും കോടിക്കണക്കിന് വരുന്ന വാനരന്മാരെ മുഴുവൻ ഓടിച്ചു. അവരുടെയൊക്കെ ശരീരങ്ങൾ കീറി
അവസാനത്തെ ആദ്യത്തിലൊക്കെ രാമലക്ഷ്മണന്മാരെ തന്നെ ആക്രമിക്കാമെന്ന് വിചാരിച്ചു. കാരണം അവരെ വീഴ്ത്തുന്നതോട് കൂടിയിട്ട് മറ്റുള്ളവരൊക്കെ നിസ്സഹായനും ദുർബലരുമായിത്തീരുന്ന അറിയാലോ. അതുകൊണ്ട് അന്ധാളിപ്പിക്കാന്നൊക്കെ വേണം മറഞ്ഞു നിന്നിട്ട് രാമലക്ഷ്മണന്മാരുടെ ശരീരത്തിൽ മുഴുവൻ അമ്പെയ്തുന്നാൻ. ബബന്ധ ശരബന്ധേന ഭ്രാതരോ രാമലക്ഷ്മണവും, ശരീരം മുഴുവൻ അസ്ത്രം തറപ്പിച്ചിട്ട് അവരെ ബന്ധിച്ചതുപോലെ ആയി തീർത്തു. അസ്ത്രബന്ധനം എന്ന് പറഞ്ഞു, നാഗാസ്ത്രബന്ധനം എന്ന് പറഞ്ഞു. നാഗാസ്ത്രം നിരന്തരമായി പ്രയോഗിച്ചു. അങ്ങനെ അവർക്ക് ഇളകാൻ പറ്റാത്ത വിധത്തിൽ അവരെ കെട്ടിയിട്ടതുപോലെയായി. പ്രകാശരൂപസ്ത്വയദാനശക്തസ്തൗ ബന്ധിതും രാക്ഷസരാജപുത്ര മായാം പ്രയോക്തും സമുപാജഗാമ ബബന്ധതൗ രാജസുതൗ ആത്മനാ പറഞ്ഞിട്ടാണ് 44 സർഗം അവസാനിച്ചത്. 45 ആ നാഗാസ്ത്രബന്ധനത്തിന് വളരെയധികം വിസ്തരിക്കുകയാണ്. രാമലക്ഷ്മണൻ അങ്ങനെ എന്ത് ചെയ്തു? തം ഭീമവേഗോഹരയോ നാരാജൈക്ഷത്രവിക്ഷത അന്ധകാരേന ദൃശു മേഘൈ സൂര്യമിവാവൃതം. അപ്പോൾ ഈ വിദ്വാൻ എവിടെ നിന്നിട്ടാണ് അമ്പെയ്യുന്നത് കണ്ടുപിടിക്കാൻ വേണ്ടി കുറേ ആൾക്കാർ ശ്രമിച്ചു. പക്ഷെ അവർക്ക് കാണാൻ സാധിച്ചില്ല എന്നാണ്. അയാൾ മറഞ്ഞു നിന്നിട്ടായിരുന്നത്. 10 ആളുകൾ ദശ വാനരയൂഥഭാ എന്ന് പറയുന്നത്. അവരോട് ഈ ഇന്ത്യത്ത് എവിടെ നിൽക്കുന്നു കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അവർ പോയത്. ആരൊക്കെയാണ്? അതായത് സുഷേണൻ, അങ്കദൻ, ശരഭൻ, ദിവിതൻ, ഹനുമാൻ, ഋഷഭൻ, ഇവരൊക്കെയാണ് അന്വേഷിക്കാനായിട്ട് പോയത്. അവർ ആകാശം വിവിശു സർവേ മാർഗമാണ് ചോദശ. ഈ വാനന്മാർക്ക് ആകാശം സഞ്ചരിക്കാൻ സാധിക്കും. അവർ ആകാശമാർഗത്തിലൊക്കെ നോക്കി, ഇയാൾ എവിടെയാണ് ഉള്ളത് നോക്കി. പക്ഷെ അവർക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനായില്ല എന്നാണ്. ഇയാൾ മായ കൊണ്ട് മറിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിരന്തര ശരീരൗതു താവുഹോ രാമലക്ഷ്മണവും വൃദ്ധേന ഇന്ദ്രജിതാവീരോ പന്നകൈ ശരതാം ഗതൈ. ക്രുദ്ധനായ ഇന്ദ്രജിത്ത് രാമനെയും ലക്ഷ്മണനെയും 100 കണക്കിന് നാഗാസ്ത്രങ്ങൾ ചെയ്തിട്ട് യഥാർത്ഥത്തിൽ ബന്ധനത്തിലാക്കി. അപ്പം അവർ മരിക്കുകയും ചെയ്തില്ല. പക്ഷെ അവർക്ക് എഴുന്നേൽക്കാനോ ചലിക്കാനോ സാധിക്കാത്ത വിധത്തിൽ ഹസ്തത്താൽ പൊതിഞ്ഞവരെ. തയോ ക്ഷതജമാർഗേണ സുസ്രാവരുധിരം ഹൂ, ശരീരത്തു നിന്ന് രക്തമൊഴുകി പലാശവൃക്ഷങ്ങൾ പോലെ അവർ ശോഭിച്ചു നോക്കിയാണ്. എന്നിട്ട് ആ ഭ്രാതാക്കളോട് രാമലക്ഷ്മണന്മാരോട് മറഞ്ഞിരുന്നുകൊണ്ട് പറഞ്ഞു. അയാൾ പറയുന്ന ശബ്ദം മാത്രമേ അവർ കേൾക്കാൻ പറ്റുള്ളൂ. ആ ഭ്രാതാക്കളോട് പറഞ്ഞു, ഞാൻ മറഞ്ഞിരുന്ന് യുദ്ധം ചെയ്യുന്ന സമയത്ത് സാക്ഷാൽ ഇന്ദ്രന് പോലും എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അമേരിക്ക നിങ്ങൾ എന്ത് വന്നിരിക്കുന്നു എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ അവരെ മുഴുവൻ ഹസ്തം കൊണ്ട് സകല വാനരന്മാരെയും രാമലക്ഷ്മണന്മാരെയും ഈ നാഗാസ്ത്ര ബന്ധനത്തിൽപ്പെടുത്തിയിട്ട് തൽക്കാലം തന്നെ ഇരിടാൻ ശത്രുക്കളൊന്നുമില്ല എന്നുള്ള നിലയ്ക്ക് അലറി എന്നാണ്. ഗംഭീരമായ അലറി യുദ്ധത്തിൻ്റെ ജയത്തെ നനാദ മുഹുർമുഹു വീണ്ടും വീണ്ടും അലറിക്കൊണ്ട് കൺതുറന്ന് നോക്കാൻ പോലും ശക്തിയില്ലാത്ത വിധത്തിൽ രാമലക്ഷ്മണന്മാർ അവിടെ കടന്നു. അവരെ ഇന്ദ്രധ്വജം പോലെ വീണു ഒക്കെയാണ് കവിയുടെ. അവർക്ക് ഈ ശരീരത്തിൽ അമ്പ് കൊള്ളാത്ത ഒരു ഭാഗം ഉണ്ടായിരുന്നില്ല എന്നാണ്. നഹ്യവിദ്ധന്തയോർഗാത്രേ ബഭൂവ അങ്കുലമന്തരം, ഒരു അങ്കുലം സ്ഥലം പോലും ആയുധം കൊള്ളാത്തായിട്ടുണ്ടായിരുന്നില്ല. ഇന്ദ്രജിത്തിൻ്റെ ശരം കൊണ്ട് മുറിവേൽക്കാത്ത ശരീരം ഉണ്ടായിരുന്നില്ല. അവരവിടെ കടന്നു. അവിടെ പപാത പ്രഥമൻ രാമോ വിദ്ധോമർമ്മസമാർഗണൈഹി വിവ്യാധ. അപ്പോൾ അവരൊക്കെ കൂടിയിട്ട് വാനന്മാർക്ക് വലിയ വിഷമായി. ഈ ഇന്ദ്രജിത്താരുടെ ഗംഭീരമായ ആഘോഷത്തോട് കൂടിയിട്ട് താൻ ജയിച്ചു എന്നുള്ള മട്ടിൽ അവരൊക്കെ ഇതല്ല. നജൈനം മായ അതന്നന്ത ദൃശു രാവണിന്ദണേ തന്തുമായ പ്രതിച്ഛന്നം മായ വൈഭീഷണ വീക്ഷമാണോ ദലർശാഗ്രേ ഭ്രാതു പുത്രോ സ്ഥിതം. അപ്പം ഈ ഇദ്ദേഹത്തിനെ കണ്ടുപിടിക്കാൻ സമർത്ഥനായിരിക്കുന്ന ഒരാൾ അക്കൂട്ടത്തിൽ വിഭീഷണൻ മാത്രമേ ഉള്ളൂ. രാക്ഷസൻ്റെ വംശത്തിൽ ജനിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഈ രാക്ഷസന്മാരുടെ മായയൊക്കെ വശമുണ്ട്. അതുകൊണ്ട് അദ്ദേഹം അന്വേഷിച്ച് ആ രാവണിയെ കണ്ടുപിടിച്ച മായയിൽ മറഞ്ഞു നിൽക്കുന്ന ആ രാവണിയെ കണ്ടു. മറ്റേക്കാർക്കും സാധിച്ചില്ല. ആ വിഭീഷണൻ മായാപ്രച്ഛന്നായി ചെന്നിട്ട് അയാളെ കണ്ടുപിടിച്ചു. എന്നിട്ട് വരലാഭത്തിൽ കൊണ്ട് ധാരാളം വരം നേടിയിട്ടുള്ള ആളാണ് ആ ഇന്ദ്രജിത്ത്. ആ ഇന്ദ്രജിത്തിനെ കണ്ടു. അപ്പം ഇന്ദ്രജിത്താകട്ടെ ആ 2 പേരെ ചൂണ്ടിക്കാണിച്ചിട്ട് രാക്ഷസന്മാരോടൊക്കെ ആയിട്ട് പറയുകയായിരുന്നതാ, ഞാൻ ഈ രാമലക്ഷ്മണന്മാരെ വീഴ്ത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ എല്ലാവർക്കുമായിട്ട് ഇവരുടെ അഹങ്കാരമൊക്കെ ശമിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നൊക്കെ അയാൾ വിളിച്ചു പറഞ്ഞു. ചിന്തയാനസ്യ ശോകർത്തസ്യ വിതുർമ്മ, എൻ്റെ അച്ഛനെ ബുദ്ധിമുട്ടിക്കുകയും രാവണനെ കുറച്ചു നേരമായി ക്ലേശം ഉണ്ടാക്കുന്ന ഈ വാനരന്മാരും ഈ രാമലക്ഷ്മണന്മാരും ആണല്ലോ. അവരൊക്കെ ഞാൻ ജയിച്ചിരിക്കുന്നു. അവരൊക്കെ ഞാൻ
അസ്ത്രം കൊണ്ട് നിഷ്ഫലന്മാരാക്കി. വിക്രമ നിഷ്ഫല സർവേ, അവരുടെ വിക്രമം മുഴുവൻ ഇപ്പം നിഷ്ഫലമായി നിർത്തും, ഞാൻ അവരൊക്കെ വീഴ്ത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഏവമുക്താൻ സർവാൻ രാക്ഷസൻ പരിവശ്യത. ഇങ്ങനെ എന്ത് ചെയ്ത് ആ എല്ലാവരുടെ നേർക്കും അതിനുശേഷം വീണ്ടും ആയുധം പ്രയോഗിച്ചു. അതായത് ബാക്കിയുള്ള വാനരന്മാർക്ക് നേർക്കും പ്രയോഗിച്ചു എന്നർത്ഥം. അങ്ങനെ ഇന്ദ്രജിത്ത് രാമനെ നിഹനിച്ചു എന്ന് വിചാരിച്ചിട്ട് പോയി. അപ്പോൾ രാക്ഷസന്മാരാകട്ടെ വലിയ സന്തോഷത്തോട് കൂടിയിട്ട് തങ്ങളുടെ നേതാവ് ജയിച്ചു എന്നുള്ള മട്ടിൽ അയാളെ പൂജിക്കുകയും ചെയ്തു. ഞാൻ ഹതോ രാമ ഇതിജ്ഞാത്വ രാവണിൻ സമപൂജയൽ. രാവണി എന്ന് പറഞ്ഞാൽ രാവണപുത്രൻ എന്നുള്ള അർത്ഥത്തിലാണ്. രാവണപുത്രനായ ഇന്ദ്രജിത്തിനെ മറ്റുള്ളവരൊക്കെ വില്ലങ്ങനായിട്ട് അഭിനന്ദിച്ചു. നിഷ്പന്ദ ഉദാദിഷ്ടാഭ്രാതരോ രാം ലക്ഷ്മണോ വസുധായാം നിരിശ്വാസോ ഹതാ ഹതാവിത്യന്വന്വതാം. ശ്വാസം പോലും ഇല്ലാതെ കിടക്കുന്ന രാമലക്ഷ്മണന്മാരെ കണ്ടിട്ട് അവർ മരിച്ചു കഴിഞ്ഞു എന്ന് വിചാരിച്ചു അവരെന്നാണ്. ഇന്ദ്രജിത്ത് വീണ്ടും ആനന്ദമത്തനായിട്ട് ലങ്കാപുരി പ്രവേശിച്ചു. രാക്ഷസന്മാരെയൊക്കെ ആനന്ദത്തിൽ ആറാടിച്ചു. ഈ സമയത്ത് സുഗ്രീവൻ ആ പാട് ഭയവിഷനായി. കാരണം രാമലക്ഷ്മണന്മാർ വീണ് കണ്ടതോടെ ഇനി യാതൊരു പ്രത്യാശയ്ക്കും വകയില്ല എന്ന് വിചാരിച്ച് സുഗ്രീവൻ വിഷമിച്ചു. വിഭീഷൺ ആ സമയത്ത് എന്നിട്ട് പറഞ്ഞു, നിങ്ങളിങ്ങനെ വ്യസനാവരുത്, ഈ രാമലക്ഷ്മണന്മാർക്ക് താൽക്കാലികമായൊരു ക്ഷീണം മാത്രമേ ഉള്ളൂ. അവരുടെ മുഖം കണ്ടറിയാം, അവരുടെയൊക്കെ ഈ മരിക്കാൻ കിടക്കുന്ന ഒരാളുടെ മുഖമല്ല അവർക്കുള്ളത്. അലം ത്രാസേന സുഗ്രീവ ബാഷ്പവേഗോ നിരീക്ഷിതം. കണ്ണീരടക്കും, നീ ഒന്നും വിഷമിക്കേണ്ട കാര്യമില്ല. ഏവം പ്രായാണി യുദ്ധാനി വിജയോ നാസ്തി നൈഷ്ഠിക. കാരണം വിജയം എന്ന് പറയുന്നത് അങ്ങനെ സ്ഥിരമാണെന്ന് വിചാരിച്ച് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടതല്ല. യുദ്ധത്തിൽ ഇങ്ങനെ ചിലപ്പോൾ പരാജയവും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് തൽക്കാലത്ത് വിഷമിക്കരുത്. ദൈവാനുകൂല്യം ഉണ്ടെങ്കിൽ ഇവർ ഈ മഹാബലവാന്മാർ ആ രാമലക്ഷ്മണന്മാർ എഴുന്നേൽക്കാതിരിക്കില്ല. അവരുടെ ഉയർത്തെഴുന്നേൽപ്പുണ്ടാവും എന്നതിനെ ഉറപ്പിച്ചു പറഞ്ഞു. എന്നിട്ട് തണുത്ത വെള്ളം കൊണ്ട് സുഗ്രീവൻ്റെ കണ്ണുകളൊക്കെ വിഭീഷണൻ കഴുകിച്ചു എന്നാണ് പറയുന്നത്. ഏവമുക്തസ്യ ജലക്ലിന്നേന പാണിന സുഗ്രീവസ്യ ശുഭേ നേത്രേ പ്രമമാർജ വിഭീഷണ. ആ സുഗ്രീവൻ്റെ കണ്ണുകളൊക്കെ തണുത്ത ജലം കൊണ്ട് തുടച്ചു, ആ കണ്ണീരൊക്കെ കളഞ്ഞു. എന്നിട്ട് മന്ത്രം ജപിച്ചിട്ട് വിഭീഷണൻ സുഗ്രീവൻ്റെ കണ്ണുകൾ കഴുകി എന്നൊക്കെ പറയുന്നുണ്ട്. വിമർജ്യ വദനന്തസ്യ കവിരാജസ്യ ധീമത അബ്രുവിൽ കാലസംഭ്രാന്തം അസംഭ്രാന്തവിധം. അതിനെ സംഭ്രമിക്കാതെ പറഞ്ഞു, ഇവർക്ക് കാര്യമായ വിഷമം വെച്ചാൽ തൽക്കാലത്തേക്കുള്ള വൈക്ലഭ്യം മാത്രമാണ്. ബോധം തെളിയുന്നതിന് നമുക്ക് ഈ രാമലക്ഷ്മണന്മാരെ കാത്തിരിക്കാം. അത് കഴിഞ്ഞാൽ അവർ തന്നെ നമുക്ക് രക്ഷക്കായി. ലബ്ധസജ്ഞൗഹി കാകുസ്തോ ഭയന്നൗ രവനേക്ഷതു. ഇന്ന് താൻ ജയിച്ചു വിചാരിച്ച് പോയല്ലോ, ഇപ്പം ഇനി പെട്ടെന്ന് ആക്രമണങ്ങൾ ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ ശരീരത്തിൽ കാത്തുകൊണ്ട് നമുക്ക് രാമലക്ഷ്മണന്മാർക്ക് ഇരിക്കാം. അവർ ബോധം തെളിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയപ്പെടാനൊന്നുമില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ ഓരോന്ന് കഴിഞ്ഞു. ഇങ്ങനെ ഈ 46-ാമത്തെ സർഗത്തിൽ തൽക്കാലം രാക്ഷസന്മാർക്കുണ്ടായ വിജയം, ഇന്ദ്രജിത്ത് നാഗാസ്ത്രങ്ങളെ കൊണ്ട് സമസ്ത വാനരന്മാരെക്കാൾ കൂടുതലായി പ്രധാനമായിട്ട് രാമലക്ഷ്മണന്മാരെ ബന്ധിച്ചു എന്നുള്ളതാണ് പറഞ്ഞത്. അതുകൊണ്ട് രാക്ഷസന്മാർക്ക് വലിയ സന്തോഷമായി. അവർ യുദ്ധം ജയിച്ചു എന്നൊരു പ്രതീതിയാണ് അവർക്കുണ്ടായത്. അതിന് ശേഷമുള്ള ഭാഗങ്ങളാണ് ഇനി 47-ാം സർഗം മുതലാണ് ഈ നാഗാസ്ത്രത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് ഗരുഡൻ വന്നിട്ട്, വിഷ്ണുവിൻ്റെ വാഹനമാണല്ലോ ഗരുഡൻ. ആ ഗരുഡൻ സർപ്പങ്ങളുടെ ശത്രുവാണ്. അപ്പോൾ സർപ്പങ്ങൾക്ക് നിലനിൽക്കാനില്ല. നാഗാസ്ത്രങ്ങളൊക്കെ നാഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ നാഗാസ്ത്ര ബന്ധനത്തൊക്കെ ഗരുഡൻ അഴിച്ചു കളയുന്നൊക്കെയാണ് ഇനി വർണ്ണിക്കുക. അതൊക്കെ നമുക്ക് തുറന്നുള്ള പ്രഭാഷണം കേൾക്കാം. യുദ്ധത്തിൻ്റെ ഒരു പ്രധാന ഘട്ടമാണ് ഈ നാഗാസ്ത്ര ബന്ധനം. അത് പറഞ്ഞു കഴിഞ്ഞു. ഇനിയും യുദ്ധം തുടരുകയാണ്. അതൊക്കെ തുറന്നുള്ള പ്രഭാഷണങ്ങളിൽ വിശദമായിട്ട് കേൾക്കാം. തൽക്കാലം ഇവിടെ ഉപസംഹരിക്കുന്നു. നമസ്കാരം.